തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. പിന്നെ നിന്നെന്താ ഇവിടെ കെട്ടിലമ്മയായിട്ട് വാഴിക്കണോ? ദിവ്യയെടുത്തിയോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചതാ. അതുകൊണ്ട് വെറുതെ വഴക്കിന് വരണ്ട. എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. പറ്റില്ല, പോകാൻ ഞാൻ സമ്മതിക്കില്ല. ദേ, ഈ കൈ തട്ടിമാറ്റി പോയാ ഞാൻ തല്ലിയതാണെന്ന് പറയരുത്. എന്നെ തല്ലൂന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം? അതേന്റി, അത് തന്നെ അർത്ഥം. പെട്ടെന്ന് ഇങ്ങനൊരു ധൈര്യം വന്നത് എന്താ നിനക്ക്? ആകാശേട്ടൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഒരുപാട് താന്നാൽ ചവിട്ടി താഴ്ത്ത നിങ്ങള്, അതുകൊണ്ട് അത്യാവശ്യം പ്രതികരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഭർത്താവ് പറയുന്നതേ അനുസരിക്കൂ. ഓ, അപ്പൊ നീ എന്നോട് നേർക്കുനേരെ നിക്കോ അല്ലേടി? ഓ, എനിക്ക് സംസാരിച്ച് നിൽക്കാൻ താല്പര്യമില്ല. അടി വെച്ചിട്ടുണ്ടടി. അല്ല, ഇവിടെ ഉണ്ടായിരുന്ന ആട്ടിക്കൊണ്ട് കിടന്നോടാ, ഒരു ഗുണമില്ലാതെ. മാമ, ഹോട്ടൽ ഇന്ന് തുറക്കാന്നുള്ള കാര്യം മാമന് അറിയാവുന്നല്ലേ? അറിയാമോളെ. അല്ല, എന്നോടൊന്ന് അനുഗ്രഹം മേടിച്ചതല്ലേ? അല്ല, മോളെന്താ അങ്ങോട്ട് പോകാത്തത്? ഞാൻ പോവാൻ തയ്യാറെടുക്കുമായിരുന്നു, പക്ഷേ മാമി ദിവ്യടുത്ത് സമ്മതിക്കുന്നില്ല. ഇവള് പോയില്ലെങ്കിൽ എന്താ, അവിടെ ഉച്ചയൂണിന് അരി വേവില്ലേ? നീ എന്ത് വിട്ടിത്തോ അമ്പിയെ ഈ പറയുന്നേ? ഒരു നല്ല കാര്യത്തിന് പോകുന്നില്ലയോ? എന്ത് കാര്യത്തിനായാലും അത് അമ്മ അറിയണ്ടേ? അമ്മയോട് അനുവാദം ചോദിക്കണ്ടേ? എന്തിന്? അവളുടെ ഭർത്താവിനോട് അനുവാദം ചോദിച്ചു കഴിച്ചിട്ടുണ്ട്. അനുവാദം കൊടുക്കുക മാത്രമല്ല, ഞാനും കൂടെ പോകുന്നുണ്ട്. ഭാര്യ വീട് എനിക്കെന്റെ സ്വന്തം വീട് പോലെ. അത് നിന്റെ കഴിവുകേടെന്നേ പറയാൻ പറ്റൂ. എടാ, കഴിവിന്റെ കാര്യം ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. അതിവിടെ എല്ലാവർക്കും നല്ലോണം അറിയാം. എന്തറിയാന്ന്? നീ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാതെ ഈ സാധനമൊക്കെ താത്തോണ്ട് വയ്ക്കി. സുമേഷിനോട് മാത്രം അങ്കിൾ ആജ്ഞാപിക്കുന്ന എന്തിനാ? ഇവിടെ എന്താ വേറെ ആരും ഇല്ലേ? ആഡംബരത്തോടെ പുറത്തു പോവാതെ ഇവളോട് ഇതെല്ലാം അടുക്കളയിൽ കൊണ്ടുപോയി വെക്കാൻ പറ. അത് നിനക്ക് ഇതെന്താ? നിന്റെ കൈ കിടക്കുന്ന വളയം ഊരി പോവോ? ഡേ, അവള് നല്ലൊരു കാര്യത്തിന് പോകാൻ നിൽക്കുക. പിന്നെ ഇന്നത്തെ പാചകേ നീ അങ്ങ് ചെയ്താ മതി. നോക്കട്ടെ നിന്റെ കൈപ്പുണ്യൊക്കെ. അവക്ക് പാചകം ചെയ്ത ശീലമൊന്നുമില്ല. പാചകം ചെയ്താലേ അവളുടെ കയ്യിലെ സോഫ്റ്റ്നെസ് പോവും. എന്റെ കൈവാക്കിന്ന് മാറി നോണം, അല്ലെങ്കിൽ നിന്നെ ചെവിക്കലെ അടിച്ച പിടിക്കും. എടുത്തോടാ, നിന്നോട് കൂടാ എടുത്തു പോ. മോളെ, നീ പോകാൻ റെഡിയാവും. മാമൻ വൈകിട്ടെത്തിക്കോളാന്ന് പറഞ്ഞാൽ മതി. നിന്നോട് പ്രത്യേകം പറയണോ? എന്താ മോളെ? എന്തോടി? എന്താ മോളെ? ഞങ്ങൾക്ക് മാമനേ ഉള്ളൂ. അങ്ങനെയൊന്നും പറയല്ലേ. ഒരുപാട് പേരുണ്ടാവും, പക്ഷേ മാമനിപ്പം മറ്റൊരാളില്ല. പരിമിതികളുണ്ടെങ്കിലും മനസ്സുകൊണ്ട് മാമൻ എപ്പോഴും മോളെ കൂടെയാ. ചെന്ന് വേഗം റെഡിയാവോ, അവരൊക്കെ അവിടെ കാത്തിരിക്കാവോ. ചെല്ലടാ. എന്നെ നിങ്ങൾ നാണം കെടുത്തി. നിന്നെയല്ല, നിന്റെ ദുരഭിമാനത്തെ, നിന്റെ ദുരാഗ്രഹത്തെ. അതെ, നല്ല മനസ്സുകളെ കാണാൻ മനസാക്ഷിയില്ലാത്ത നിന്റെ ദുഷ്ട മനസ്സിനെ. നീ നാണം കെടണം. നാണം കെട്ട് നാണമുണ്ടാവണം. നീ നല്ലവളാവോന്നു. വേണ്ടായിരുന്നു.
അടുത്ത തിരി അച്ഛൻ കത്തിക്ക. ഹാ, ഇതെന്താ ഈ പറയുന്നേ? മോളല്ലേ കത്തിക്കേണ്ടത്. അച്ഛൻ തിരി തെളിക്ക. കൃഷ്ണ, കൃഷ്ണൻ തന്നെ കത്തിക്കേ. കത്തിക്ക് കൃഷ്ണേട്ടാ. മോള് പറയുന്നല്ലേ, കത്തിക്കേ. നല്ല കാര്യത്തിന് മുടക്കം പറയല്ലേ. പോയി കത്തിക്കണ്ടേ കൃഷ്ണ. ചെല്ല്, കത്തിക്ക. അഭിയും വിവേകം ആകാശം കൂടെ കത്തിക്ക്. വാ. ഒരുപാട് പേരുടെ വിശപ്പടക്കാൻ കഴിയട്ടെ. സർവ്വ ഐശ്വര്യങ്ങളും നേരുന്നു. താങ്ക് യു മാം. ചേച്ചി, എല്ലാം എന്റെ ഫോണിലേക്കൊന്ന് അയച്ചിട്ടേക്കണേ അഭിമന്യു. ഓ പിന്നെന്താ, അയക്കാം. ദാ വെള്ളം. ഇതിലാരാ ആതിര? ഒട്ടും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാനാ. ട്രെയിനിങ് കഴിഞ്ഞു അല്ലേ? ആ കഴിഞ്ഞു മാഡം. ഇനി പോസ്റ്റിംഗ് ആയാ മതി. ഇവിടെ തന്നെ കിട്ടേണ്ടതാ. അതിന് ഞാൻ പ്രഷർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. പ്രതികളെ പിടിക്കാനുള്ള കഴിവ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്താ മോളുടെ പേര്? ആരാധ്യ. മോളും ടെസ്റ്റ് എഴുതിയിരുന്നു അല്ലേ? എഴുതിയിരുന്നു. നല്ല മാർക്കുണ്ടായിരുന്നു. യൂണിഫോം എന്റെ പാഷൻ. ആരാധ്യയുടെ മെഡിക്കൽ ഫിറ്റ്നസിന്റെ ഡീറ്റെയിൽസ് ഞാൻ കണ്ടിരുന്നു. കൈക്ക് ഫ്രാക്ചർ ഉണ്ടായിരുന്നല്ലേ? അത് ശരിയായി. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലല്ലോ? അത് കിട്ടും. എന്റെ അഭിപ്രായത്തിൽ ആരാധ്യ ഓഫീസ് സ്റ്റാഫായിട്ട് കയറുന്നത് നല്ലത്. അല്ല, ഈ ബാച്ചിൽ ഇനിയിപ്പോ അതേ നടക്കൂ. അവക്ക് ഇൻസ്പെക്ടർ ആവണമെന്നാ മോഹം. ഈ ജോലി കയറിയിട്ട് വേണമെങ്കിൽ പിന്നെ ട്രെയിനിങ് എടുത്താ പോരെ? അതെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ യൂണിഫോം ധരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓട്ടങ്ങളേക്കാൾ സ്വസ്ഥത ഓഫീസ് ജോലിക്കാ. സമാധാനായിട്ട് ഒരിടത്തിരുന്ന് ജോലി ചെയ്യാം. എനിക്ക് സബ് ഇൻസ്പെക്ടർ തന്നെ ആവണം. അങ്ങനെ വാശി പിടിക്കാതിരുന്ന ഉടനെ ജോലിക്ക് കയറാം. അതല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഇപ്പൊ ജോലിക്ക് കയറുന്നല്ലേ നല്ലത്. അതെ, ശമ്പളവും ഈക്വലാണ്, സെയിം റാങ്കുമാണ്. മോളെ ശരിക്കൊന്ന് ആലോചിക്കേ.
എന്താ അവിടുന്ന് പോന്നു കളഞ്ഞത്? മാഡം പോവാൻ ഇറങ്ങിയപ്പോഴും ചോദിച്ചു നിന്നെ, എന്താ പറ്റിയത് നിനക്ക്? എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നത്? ആരുമില്ലേ എന്നാര് പറഞ്ഞു? നിനക്ക് വേണ്ടി ഇത്രയും കാലം സംസാരിച്ചത് പിന്നെ ആരാ? അങ്ങനൊന്നും പറയല്ലേ മോളെ. പിന്നെ എങ്ങനെ പറയണം? ആതിരയ്ക്ക് ഹോം സ്റ്റേഷനിൽ പോസ്റ്റിംഗ് കിട്ടാൻ വേണ്ടി ആളുകൾ വളഞ്ഞു നിന്ന് ശുപാർശ ചെയ്യുന്നു. എന്നാ എന്റെ കാര്യം പറയാൻ ഒരാളുമില്ല. എനിക്ക് ഓഫീസിലിരുന്ന് ജോലി ചെയ്യാനായിരുന്നെങ്കിൽ PSC പരീക്ഷ എഴുതി ഒരു ജോലി വാങ്ങിയാ പോരായിരുന്നു. എനിക്ക് വേണ്ടത് യൂണിഫോമാ. അതെന്റെ സ്വപ്നമാണെന്ന് അമൃതേച്ചിക്ക് അറിയാലോ. എന്നിട്ട് എനിക്ക് വേണ്ടി ഒരു അക്ഷരം മിണ്ടിയോ? അങ്ങനെ നിർബന്ധം പിടിക്കാൻ പറ്റുമോ മോളെ നമുക്ക്? ശരിക്കും ആതിരയുടെ ഇവിടുത്തെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് തന്നെ അവര് തന്നൊരു ഔദാര്യ. അതിനിടയില് നമ്മൾ കൂടുതൽ ആവശ്യങ്ങൾ പറഞ്ഞ അവരെന്ത് വിചാരിക്കും? ആവശ്യങ്ങൾ പറയണമെന്നല്ല പറഞ്ഞത്, എന്റെ ആഗ്രഹം പറയണമെന്ന. മാഡം വിചാരിച്ചിട്ടുണ്ടാവും എനിക്കൊരു ജോലിയാണ് ആവശ്യമെന്ന്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ശരി, സമ്മതിച്ചു. നിന്റെ കാര്യം പറയാത്തത് ചേച്ചിയുടെ തെറ്റ്. അതിനൊക്കെ നമുക്ക് പരിഹാരം കാണാം. പക്ഷേ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് മോൾ വഴക്കുണ്ടാക്കരുത്. നോക്ക്, നമ്മുടെ പഞ്ചരത്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം ഇന്ന്. അപ്പം നിങ്ങളിലൊരാളുടെ കണ്ണീര് വീഴാന്ന് പറഞ്ഞ നല്ല കുട്ടിയാവ്. നിന്റെ ആഗ്രഹങ്ങളൊക്കെ ചേച്ചി നടത്തിത്തരും. അതിനല്ലേടാ ചേച്ചി ജീവിച്ചിരിക്കുന്ന തന്നെ. അങ്കിളെ, അങ്കിളെ ഞാൻ അവിടേക്ക് നോക്കി. എന്താ അങ്കിളെ ഇവിടെ വന്ന് നിൽക്കുന്നത്? മോനെ, ആകെ ഒരു പേടി തോന്നുക. എന്തു പറ്റി? ഊണിന്റെ സമയം തീരാറായി. ആകപ്പാടെ 25-ൽ താഴെ ആളുകളെ വന്നിട്ടുള്ളൂ. പണ്ടായിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് 150 ഊണ് വിറ്റുപോയേനെ. അങ്കിൾ അതോർത്ത് വിഷമിക്കണ്ട, നമ്മളിന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. ഇത്രയും ദിവസം പൂട്ടിക്കിടന്നുകൊണ്ട് പഴയ ആളുകളൊക്കെ വേറെ ഹോട്ടൽ കണ്ടുപിടിച്ച് കാണും. പഞ്ചരത്നം തുറന്നു എന്നറിയുമ്പോൾ എല്ലാവരും ഇങ്ങ് പോരും. നമ്മൾ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ നമ്മളായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും ഒരു ചീത്തപ്പേര് വന്ന് വീഴുകയും ചെയ്തു. അത് മാറാൻ കുറച്ച് സമയമെടുക്കും. അങ്കിള് എന്ന് ഓർത്ത് വിഷമിക്കണ്ട, പഞ്ചരത്നം നമുക്ക് പഴയതുപോലെ ആക്കാം. ഉഷാറായിട്ടില്ലേ? വാ വാ. താങ്ക് യു. അമൃതമോളെ, ആ സിസ്റ്റർ ചേച്ചി, ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതെന്ത് ചോദ്യം മോളെ. പഞ്ചരത്നത്തിലെ ഫുഡ് നന്നാവാതെ വരുവോ? അടിപൊളിയായിരുന്നു. അമൃതമോളെ, മുമ്പ് ചേച്ചിക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ മോളങ്ങ് മായ്ച്ചു കളാം. നല്ല ഉപമയാണല്ലോ. ശരി, മായ്ച്ചു കളഞ്ഞു. അപ്പോ പ്രശ്നങ്ങളെല്ലാം തീർന്നു. തീർക്കാം. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. മനസ്സിലായില്ല. അല്ല, എന്നെ മുൻകാല പ്രാബല്യത്തോടെ തിരിച്ചെടുക്കണം. ഞാനിവിടെ പഞ്ചരത്നങ്ങളുടെ വെൽവിഷറായി കൂടിക്കോളാം. വേണ്ട, പുറത്തു നിന്ന് വെൽവിഷറായ മതി. സുന്ദരിയായിട്ട്, യുവതിയായിട്ട്, കോമളാംഗിയായിട്ട്. അത് ഞാനല്ല. ഏത് ഞാനല്ലാന്ന്? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു വെൽവിഷറെ കണ്ടിട്ടിട്ടുണ്ട്, സുന്ദരിയായ കോമളാംഗി. അത് ഞാനാണെന്ന് മനസ്സിലായല്ലേ? അഭിയനോടെല്ലാം പറഞ്ഞു. അതെ, നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും സ്വന്തം ഫോണിൽ നിന്ന് അജ്ഞാതാന്നൊക്കെ പറഞ്ഞ് വിളിക്കോ? അത് ഈ ട്രൂ കോളറൊക്കെ ഉള്ള കാലഘട്ടത്തിൽ. എന്തായാലും ചെയ്തതൊക്കെ ഉപകാരമായിരുന്നു. അപ്പൊ പിന്നെ എന്താ കുഴപ്പം? എന്നെ തിരിച്ചെടുത്തൂടെ? ഞാൻ എല്ലാ പണിയും ചെയ്തോളാം. വേണ്ട, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്നങ്ങ് ചെയ്താൽ മതി. ശത്രുപാളയത്തിൽ ഒരാളെയാണ് ഞങ്ങൾക്ക് ആവശ്യം. വെറുതെ വേണ്ട, ഒരു ശമ്പളം പോലെ ഒരു തുക ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം.
സിസിലി ചേച്ചി തൽക്കാലം അവിടെ നിൽക്കേ. തിരിച്ചെടുക്കുന്ന കാര്യമൊക്കെ നമുക്ക് ആലോചിക്കാം. എന്നെങ്കിലും ഞാനിവിടെ തിരിച്ചു കയറും. അതുവരെ കലാവധി ചെയ്ത ദ്രോഹങ്ങളെല്ലാം അപ്പ ഞാൻ അറിയിച്ചുകൊണ്ടേയിരിക്കും. കേട്ടാ, ഞാൻ വരും കേട്ടാ. ശരി, തിരിച്ചു വരും ഞാൻ. ചില സമയത്ത് പാവം തോന്നും. വിശ്വസിക്കാൻ കൊള്ളില്ല, നിന്നിടം കുഴിച്ചളയും. മാളവിക മേഡം വിവേകിനോട് അമിതമായ സ്വാതന്ത്ര്യം എടുക്കുമ്പോ സത്യമായിട്ടും ഞാൻ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അത് കുശുംബാസൂയൊന്നുമല്ല, ഒരു പെണ്ണിന്റെ മനസ്സാ. വിവേക് എന്താ അത് മനസ്സിലാക്കാത്ത? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അവര് വളരെ ഫ്രണ്ട്ലിയാ, അല്ലാതെ മറ്റൊരു തരത്തിലും അല്ല. അത് ശരിയായിരിക്കും, പക്ഷെ എന്തോ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കളയേ, അവര് നമുക്ക് ഉപകാരം ചെയ്യുന്ന ഒരാളാ, അത്രയും മാത്രം ചിന്തിച്ചാ മതി. എടോ, എനിക്ക് നീയല്ലേ ഉള്ളൂ, അതിനപ്പുറം ഞാൻ ചിന്തിക്കോ? എനിക്ക് വിശ്വാസമാ. വിശ്വാസം മാത്രമല്ല, എനിക്ക് ശ്വാസം നീ. ഊണിന് ആള് കുറവല്ലേ വിവേക്? അതെ, 100 പേരെങ്കിലും പ്രതീക്ഷിച്ച ആഹാരം ഉണ്ടാക്കിയതാ. 10-25 പേര് വന്നുപോയി, അത്രേ ഉള്ളൂ. അത് സാരമാക്കണ്ട, ഒരു ദുഷ്പേര് അവസാനിച്ച ദിവസമല്ലേ. പെട്ടെന്ന് ആൾക്കാരുടെ ഒരു തള്ളിക്കയറ്റം പ്രതീക്ഷിക്കണ്ട, കാലം മാറി വരും. ഉണ്ടാക്കി വെച്ചെല്ലാം വേസ്റ്റ് ആവുമെന്നാ. ഇത് തന്നെ ബാധ്യതയില്ല. നെവർ മൈൻഡ്, ഇതൊരു പുനർജന്മോ, വീഴാതെ നടക്കാൻ പറ്റില്ല. നിങ്ങൾ കഴിച്ചോ? ഇല്ല, അവസാനം. എന്നാലേ നീ എന്റെ കൂടെ വാ, എനിക്ക് വിശക്കുന്നുണ്ട്. അല്ല, ഞാൻ അവസാനം ഇവളുടെ കൂടെ ഇരിക്കാന്ന് വിചാരിച്ച്. ഇവളുടെ കൂടെ എന്നും ഇരിക്കുന്നതല്ലേ, എനിക്കിങ്ങനെ ഒക്കേഷനിലല്ലേ കിട്ടാറുള്ളൂ. വാ ഇങ്ങോട്ട്, വാ വരാൻ. ഒക്കേഷനിലല്ലേ കിട്ടൂന്ന് എന്നുവെച്ചാ? കാശൊന്നും വേണ്ട, മാഡത്തോട് ഞങ്ങൾ കാശ് വാങ്ങാനോ? നല്ല കാര്യമായി. മോളെ, കച്ചവടത്തിൽ സൗഹൃദ ഇഷ്ടവും മാറ്റിവെക്കണം. ഈ കാശ് തന്നതുകൊണ്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. മറിച്ച് ഈ കാശ് വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ മുടക്കുന്ന മുതലീന്ന ഇത്രയും നഷ്ടമാവുന്നത്. വാങ്ങിച്ചു നോക്കില്ലേ, നല്ല രാശിയുള്ള കയ്യാ. ചിലപ്പോ ഈ കൈനീട്ടത്തിന് കൂടുതൽ ആളുകൾ വന്നാലോ. പക്ഷേ ആളുകൾ വരുന്നില്ലല്ലേ ചേച്ചി? തീരെ കുറവാ. വിശ്വാസക്കുറവുണ്ടാവും എല്ലാവർക്കും. അതൊക്കെ മാറും. അതിനുള്ള മാജിക് ഞാനും വിവേകം കൂടി കാണിച്ചിട്ടുണ്ട്. അതെന്താ? ഒന്ന് വെയിറ്റ് ചെയ്യ്, ഒരു അരമണിക്കൂർ കൂടി കഴിയട്ടെ. ശരി, അമൃതേ, ഞാൻ ഇറങ്ങുവാ. ഞാൻ വന്നൊരു ടാക്സിയിലാ. തിരിച്ചു പോയൊരു ടാക്സി കിട്ടാൻ എന്താ വഴി? എന്തിനാ ടാക്സി? മാഡത്തെ കൊണ്ടുവിടാൻ ഞാൻ അഭിയോട് പറയാം. അയ്യോ, അത് വേണ്ട. ഞാൻ വിവേകിനെ കൂട്ടിപ്പോവാം. അവന്റെ വണ്ടിയിൽ കയറണമെന്ന് ഒരുപാട് നാളായിട്ട് കരുതുന്നു. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.